നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഗുഡ് ബോയ് എന്ന K-ഡ്രാമയുടെ 10ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണേന് മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പും ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ എക്സ് വെടിയുണ്ട് വെള്ളത്തിൽ വീണില്ലായിരുന്നോ, അതുകൊണ്ട് തന്നെ ഹീറോ ദൂരെ ഓടി വന്ന് വെള്ളത്തിലോട്ട് എടുത്ത് ചാടും. അന്നത്തെ ഇൻസിഡന്റിന് ശേഷം, അതായത് അന്ന് എക്സിനെ നോക്കി ഓടിയില്ലായിരുന്നോ, അത് കഴിഞ്ഞിട്ട് അവൻ നീന്തൽ പഠിച്ചായിരുന്നു. ഇപ്പൊ അവൻ ചാടി അവനെ രക്ഷിച്ച് മണ്ടയിലോട്ട് കൊണ്ടുവരുമ്പോൾ ഹീറോയിനും പിറകെ എടുത്ത് ചാടി മണ്ടയിലോട്ട് അവനെ കൊണ്ടുവരാൻ സഹായിക്കും. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനില് വില്ലനും ഡ്രഗ് ഡെമണും ഒത്തുകൂടിയിട്ടുണ്ട്. ആംബുലൻസ് ഒക്കെ പോകുന്നത് ഇവർ കാണുന്നുണ്ട്. പോലീസ് ഓഫീസേഴ്സും ആംബുലൻസും എല്ലാം പോകുന്നത്. അതായത് ഇവിടെ ചെറിയ പ്രശ്നം എന്ന് അവർക്ക് മനസ്സിലായി. വില്ലൻ ഫോൺ എടുത്ത് മേയറിനെ വിളിക്കാൻ നോക്കുന്നുണ്ട്. മേയർ ഫോൺ എടുത്തോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല. വീണ്ടും സീൻ കട്ടാവുകയാണ്. അടുത്ത സീനില് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. എക്സിനെ രക്ഷിക്കാനായിട്ട് ഡോക്ടർമാരൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സിനെ കാത്തുകൊണ്ട് പുറത്ത് നമ്മുടെ ടീംസ് ഇരിപ്പുണ്ട്. ഹീറോയിനും അവിടെ നിപ്പുണ്ട് കേട്ടോ. ഹീറോന്റെ ഷൂ ആണ് ഹീറോയിൻ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹീറോന്റെ കാലിൽ നിന്ന് രക്തം പോകുന്നുണ്ട്. അവന്റെ കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. ആ വെള്ളം വീഴുന്ന സമയത്ത് ഇറ്റിട്ട് താഴോട്ട് രക്തം വീഴുന്നുണ്ട്. ഹീറോയിന് നല്ല വിഷമായിട്ട് അവള് കരയുന്നുണ്ട്. എന്തായാലും പഴയ ഒരു എക്സ് അല്ലേ, അതിലുപരി കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ. പിറ്റേന്ന് മേയർ പുറത്തോട്ടിറങ്ങി വരുമ്പോൾ മേയറിന്റെ ഫോണിലോട്ട് ഇയാൾ കുറെ തവണയായിട്ട് വിളിക്കുന്നുണ്ട്, അതായത് വില്ലൻ. എന്നാലും മേയർ ഫോൺ കട്ട് ചെയ്ത് കളയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് വില്ലൻ ദൂരെ നിൽപ്പുണ്ട്. മേയർ നേരെ പോയതാണെങ്കിൽ വേറെ കുറെ ആൾക്കാരുമായിട്ട് ഫുഡ് കഴിക്കാനാണ്. അവരെന്തോ ചെറിയ ആഘോഷിക്കാനായിട്ട്. അങ്ങോട്ട് തന്നെ വില്ലനും വന്ന് കയറും. വില്ലൻ വന്നതോടെ ബാക്കിയുള്ള ആൾക്കാരെല്ലാരെയും പറഞ്ഞുവിട്ട് വില്ലനും മേയറും ഇരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാൻ തുടങ്ങും. എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ മേയർ പറയും, അത് കുറച്ച് തിരക്കായിപ്പോയി, ഒരു അർജന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ടെന്ന്. ഞാൻ നിങ്ങൾക്ക് പൈസ വല്ലതും കുറച്ചാണോ തരുന്നത്, എന്താ പൈസ തന്നതിൽ എന്തെങ്കിലും കുറവുണ്ടോന്ന് ചോദിച്ച് ആ ബാഗിൽ കുറച്ച് പൈസ കൊണ്ടു കൊടുക്കും. എന്നാൽ മേയർ പറയും അത് പൈസയുടെ അല്ല, വേറെ ചില പ്രശ്നങ്ങൾ കാരണമാണെന്ന്. പക്ഷേ വില്ലൻ ഇത് ഇഷ്ടപ്പെടത്തില്ല. വില്ലനാണെങ്കിൽ കുറച്ചധികം പൈസ ആ ബാഗിൽ നിന്ന് വാരിയെടുത്ത് മേയറിന്റെ വായിൽ കുത്തി തിരുകാൻ തുടങ്ങും. കുറെ വാരി തിരുകുന്നുണ്ട്. ഞാൻ പറയുന്നത് അനുസരിച്ച് കേൾക്കാനല്ലെങ്കിൽ നിനക്കൊക്കെ ഞാൻ എന്തിനാ പൈസ തരുന്നതെന്ന് ചോദിച്ചിട്ട്. മേയർ ലാസ്റ്റ് ശ്വാസം വിട്ടുമ്പോൾ വില്ലൻ മേയറിനെ വെറുതെ വിടും. മേയർ എന്തോ ഒരു കാര്യം ചെയ്തു കൊടുക്കാന്ന് പറയുന്നുണ്ട്. എന്താണോ എന്തോ, എന്തായിരിക്കും, ഒന്നെങ്കിലും മയക്കുമരുന്ന് വീണ്ടും അടിച്ചു മാറ്റാനായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ എന്തെങ്കിലും ചെയ്യാനായിരിക്കും. ഈ നേരം ഈ മയക്കുമരുന്ന് കണ്ടുപിടിച്ച സ്ഥലത്തോട്ട് പോലീസുകാരൊക്കെ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ട് കസ്റ്റംസ് വന്നിട്ടുണ്ട്. ഈ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ആൾക്കാരും വന്നിട്ടുണ്ട്. മേയർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. വില്ലനാണ് ഇതിന് പ്ലാൻ കൊടുത്തത്. വില്ലൻ പറഞ്ഞ കണക്ക് മേയർ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ടീംസിന്റെ ആ കേസ് വിട്ടുപോയി. വീണ്ടും കസ്റ്റംസിന് അതിനകത്തോട്ട് കൊണ്ടുവരികയാണ്. കസ്റ്റംസിൽ തന്നെ കുറെ കള്ളന്മാരുണ്ട്. ഈ വിവരമെല്ലാം ഓപ്പോസിറ്റ് ഡിവിഷനിലെ ബോസ് വിളിച്ചിട്ട് നമ്മുടെ ക്യാപ്റ്റന്റെ അടുത്ത് പറയും. ഇതൊക്കെ അറിഞ്ഞ് ആകെ ദേഷ്യപ്പെട്ടവിടെ നിൽക്കുമ്പോൾ കൂട്ടുകാരൻ ഓഫീസർ വന്നിട്ട് പറയും നമ്മുടെ എക്സിനെ ICUലോട്ട് മാറ്റിയെന്ന്. അങ്ങനെ നമ്മുടെ ടീംസ് എല്ലാവരും കൂടെ എക്സിനെ നോക്കി പുറത്ത് നിൽക്കാണ്. ഈ നേരം ഹീറോ എക്സിന്റെ വീട്ടിൽ വന്ന് കുളിച്ച് രക്തമൊക്കെ കഴുകി കളഞ്ഞ് എക്സിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അവന്റെ റൂമിൽ പോയിട്ട് ഡ്രസ്സും അങ്ങനത്തെ സാധനങ്ങളില്ലേ, അവിടെ വെച്ച് ഹീറോന്റെ മൂക്കിന്ന് രക്തം വന്നിട്ടുണ്ട്. അവൻ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, പക്ഷെ അവൻ ആരോടും അത് പറയുന്നില്ല. ഈ സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ എക്സിന്റെ കാലിന്റെ ഫോട്ടോ അല്ല എക്സ്റേ കിട്ടുന്നുണ്ട്. അതായത് അവന്റെ ആംഗിളിന് എന്തോ പ്രശ്നമുണ്ട്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. അത് കാരണമാണ് അവനെ കൊണ്ട് ഫെൻസിംഗിൽ വിജയിക്കാൻ പറ്റാത്തത്. ഈ ആംഗിൾ ഇടയ്ക്കിടയ്ക്ക് അവന് നല്ല വേദന എടുക്കുന്നുണ്ട്. ആംഗിളിന് ചെറിയൊരു ഡാമേജ് ഉണ്ട്, ചെറുതല്ല വലുതാണ്. ഹീറോ അവിടെ നിന്ന് ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ്. അതായത് ഹീറോ അവിടെ ഇരിക്കുന്ന സമയത്ത് ഹീറോയിൻ എങ്ങോട്ടോ നടന്നു പോവുകയാണ്. അവളോട് ഇന്ന് നീ ബോക്സിങ്ങിന് വരുന്നോ എന്ന് ചോദിക്കും. അതായത് ഹീറോയിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കൂടെ ബോക്സിംഗ് പഠിപ്പിക്കുമെന്ന്. അതുകൊണ്ട് ഹീറോ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് വരുന്നില്ല, നീ ഇപ്പം എൻ്റെ കൂടെ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞിട്ട് നടന്ന് ദൂരോട്ട് പോകും. അവള് പോയി കഴിഞ്ഞ് എക്സ് അതുവഴി നടന്നു പോകുന്നതായിട്ട് ഇവൻ കാണുന്നുണ്ട്, അതായത് ഹീറോ. അത് കഴിഞ്ഞ് രാത്രി അവൻ ആ ബോക്സിംഗ് ചെയ്യുന്ന റിംഗിൽ ഹീറോയിന് വേണ്ടി കാത്തിരിക്കും. എന്നാലും ഹീറോയിൻ വരത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഫ്ലാഷ് ബാക്ക് എല്ലാം കഴിഞ്ഞ് ഹീറോ നടന്ന് നേരെ ഹോസ്പിറ്റലിൽ ചെല്ലും. അവിടെ തന്നെ ക്യാപ്റ്റൻ ഉണ്ട്. ക്യാപ്റ്റൻ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ ഡ്രസ്സ് എടുത്തോണ്ട് വന്നതെന്ന് പറയും. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ശരീരമൊക്കെ നോക്കണമെന്ന് ക്യാപ്റ്റൻ അവനോട് പറയും. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് അവനകത്ത് കയറിപ്പോവും. അകത്ത് ചെന്ന് നോക്കുമ്പോൾ ICUന്റെ അകത്ത് ഹീറോയിൻ എക്സിനെ നോക്കി കരയാണ്, എണീറ്റതിൽ നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം ഹീറോ പുറത്ത് നിന്ന് കാണുകയാണ്. അപ്പോഴേക്കും എക്സ് ഹീറോ പുറത്ത് നിൽക്കുന്നത് കാണുന്നുണ്ട്, ഹീറോയിനും കാണുന്നുണ്ട്. ഹീറോ ഒരു ചെറു പുഞ്ചിരിയോടെ അവരെ നോക്കുകയാണ്. പിന്നീട് ഹീറോയിൻ പുറത്തു വരുമ്പോൾ ഹീറോ അവൾക്കൊരു പെട്ടി കൊടുക്കും. അതായത് അവൻ തുണിയൊക്കെ എടുത്തോണ്ട് വന്നില്ലേ, അത് എക്സിനുള്ളയാന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോഴെല്ലാം അവള് വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇത് മനസ്സിലാക്കിയ ഹീറോ അവളെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തും. ഈ കെട്ടിപ്പിടുത്തം കൂടെ ആയപ്പോൾ അവള് പൊട്ടി പൊട്ടി കരയുകയാണ്. അതായത് മനസ്സിൽ ഒതുക്കി വെച്ചിരുന്ന ആ വിഷമങ്ങളെല്ലാം കരഞ്ഞു തീർക്കുകയാണ്. ഈ നേരം നമ്മുടെ ക്യാപ്റ്റൻ കമ്മീഷണറിനെ പോയി കണ്ടിട്ട് അവരുടെ ഓഫീസിലോട്ട് തിരിച്ചു വരികയാണ്. അവിടെ തന്നെ കൂട്ടുകാരൻ ഓഫീസറും ഉണ്ട്. കമ്മീഷണർ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ പറയും ടീം പിരിച്ചുവിടാൻ പോവാന്ന്. അതായത് ഇങ്ങനെ ഒരു ടീം ഒത്തുചേർക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇത് പോലീസ് സ്റ്റേഷൻ എന്ന ഒരു അഭിമാനമായിരുന്നു. എന്നാൽ ഈ ടീം കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം തലപ്പത്തുള്ള ആൾക്കാരെല്ലാവരും മോശപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ടീം പിരിച്ചുവിടാൻ പോവാണ്. ഈ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ പുറത്ത് നടക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവന് തല ഇറക്കം അനുഭവപ്പെട്ടിട്ട് അവനൊരു കാര്യം ചിന്തിക്കുന്നുണ്ട്. അതായത്
ഡോക്ടർ പറഞ്ഞ കാര്യമാണ്. അതായത് ഇവന് ചെറുതായിട്ട് ബ്രെയിൻ ഡാമേജ് ഉണ്ട്, അത് കാരണമാണ് ഇവന് ഈ കണ്ണ് കാണാൻ പറ്റാതെ തല ഇറക്കാൻ അനുഭവപ്പെടുന്നത്. ഇതും ചിന്തിച്ചുകൊണ്ട് താഴെ വന്ന് വീഴും ബോധം കെട്ടിട്ട്. പിന്നെ നമ്മുടെ വില്ലനെ കാണിക്കുകയാണെങ്കിൽ അവന്റെ ലോഡെല്ലാം അവന്റെ ഹയർ ഒഫീഷ്യൽസിന്റെ അടുത്ത് പറഞ്ഞ്, അതായത് അവന്റെ പണം ഉപയോഗിച്ച് ഇവന്മാരെ എല്ലാരെയും വശത്താക്കി ആ ലോഡെല്ലാം തിരിച്ചെടുത്ത് ജപ്പാൻകാരന് കൊടുക്കും. ഇവിടെ സീൻ കട്ട് ചെയ്താൽ 3 മാസത്തിന് ശേഷമാണ് കാണിക്കുന്നത്. നമ്മുടെ എക്സ് ആണെങ്കിൽ ആശുപത്രിയിൽ കണ്ണ് തുറന്നിട്ടുണ്ട്. അവനെ കാണാനായിട്ട് അവന്റെ പഴയ ബോസ് വരും. ഇനി തൊട്ട് പഴയ ടീമില്ല, പകരം അവൻ ഏത് ഡിപ്പാർട്ട്മെന്റിൽ കയറണമെങ്കിൽ അതിനകത്ത് പറഞ്ഞാൽ മതി, അവൻ അതിൽ കയറാം. ബാക്കിയുള്ള ആൾക്കാരെല്ലാരും ഡീമോഷൻ ആയിട്ടുണ്ട്. ഡീമോഷൻ തന്നെയാണോ, പ്രൊമോഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ സാധാ ഒരു പോലീസുകാരനാണ്. സാധാ പ്രശ്നങ്ങളുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും സാധാ ആൾക്കാർ അടി ഉണ്ടാക്കത്തില്ലേ, അത് കണക്കുള്ള ആൾക്കാരൊക്കെ പിടിച്ചോണ്ട് വരലാണ് നമ്മുടെ ക്യാപ്റ്റന്റെ ജോലി. ക്യാപ്റ്റൻ ആണെങ്കിൽ ഇപ്പൊ ഒരു സ്ത്രീയെ പിടിച്ച് നിർത്താൻ നോക്കുന്നുണ്ട്. എന്നാൽ അവരാണെങ്കിൽ അടങ്ങിയിരിക്കുന്നില്ല. പെണ്ണുങ്ങളെ കയറി തൊടുന്നോടാന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റനെ ഇട്ട് അടിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കാറിൽ പോകുമ്പോഴും ഈ ലേഡി ഒരു സമാധാനം കൊടുക്കുന്നില്ല, ക്യാപ്റ്റനെ ഇട്ട് അങ്ങ് ഉപദ്രവിക്കുകയാണ്. അങ്ങനെ ട്രാഫിക്കിൽ കിടക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ഓഫീസറിനെ അവിടെ വെച്ച് കാണുന്നുണ്ട്. കൂട്ടുകാരൻ ഓഫീസറും സാധാരണ ഒരു ട്രാഫിക് പോലീസായിട്ട് മാറിയിട്ടുണ്ട്. പുള്ളിക്കാരന് സല്യൂട്ട് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, ക്യാപ്റ്റനെ രക്ഷിക്കാൻ പറ്റത്തില്ല. ക്യാപ്റ്റൻ രക്ഷിക്കാൻ പറയുന്നുണ്ടെങ്കിലും അത് നടക്കത്തില്ല. അതുപോലെ തന്നെ കൂട്ടുകാരൻ പോലീസ് ഓഫീസർ കുറെ അധികം EMI എടുത്തു വെച്ചിട്ടുണ്ട്. നേരത്തെ കുറച്ചധികം സാലറി ഉണ്ടായിരുന്നു, ഇപ്പം സെക്യൂരിറ്റിയിലോട്ട് തിരിച്ചു വന്നപ്പോൾ സാലറി കുറവാണ്. എന്താ ചെയ്യാന്ന് അറിയത്തില്ല. ഹീറോയിനെ ആണെങ്കിൽ അവളുടെ പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേ ബോസ് വീണ്ടും അവളെ ഭരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓരോ ചെറിയ ചെറിയ പണികളാണ് ചെയ്യുന്നത്. പോലീസിൽ തന്നെ ബസ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് പാവം. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, അവൻ ഏഷ്യയിലെ തന്നെ നമ്പർ 1 ബോക്സറാണ്. അവനെ കൊണ്ടാണ് ബസ് കഴുകിപ്പിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹീറോ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലും. അവിടെ തന്നെ അവന്റെ ആന്റി ഉണ്ട്, അതായത് ബഡ്ഡി കൂട്ടുകാരന്റെ അമ്മ. അവര് കോമ സ്റ്റേജിലാണ് കേട്ടോ. അവരെ പരിചരിക്കും, അവരുടെ നഖം വെട്ടിക്കൊടുക്കും, അവരെ നന്നായിട്ട് നോക്കുകയും ചെയ്യും. പെട്ടെന്ന് എണീറ്റ് വരാൻ പറയുന്നുണ്ട്. അതിനുശേഷം എനിക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കണമെന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാപ്റ്റന് കാണിക്കുകയാണെങ്കിൽ ഒരാളെ യൂറിൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂറിൻ എടുക്കാൻ വന്നേക്കാണ്. അവനാണെങ്കിൽ കറക്റ്റായിട്ട് മൂത്രം ഒഴിക്കുന്നില്ല. ഇത് പിടിച്ചു തരുമെന്നൊക്കെയാണ് ക്യാപ്റ്റനോട് ചോദിക്കുന്നത്. എന്നാൽ ക്യാപ്റ്റൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ മുതുക്കന്റെ ഒക്കെ എങ്ങനെ പിടിച്ചു കൊടുക്കുന്നത്? ഈ കുപ്പിയിലോട്ട് ഒഴിക്കുമെന്നും പറഞ്ഞ് ആ കുപ്പി കൊടുക്കും. എന്നാൽ ഈ നാറി കുപ്പിയിൽ ഒഴിക്കാതെ ക്യാപ്റ്റന്റെ മുഖത്തും ദേഹത്തും എല്ലാം ഒഴിക്കും. ഇതൊന്നും സഹിക്കാൻ വയ്യാതെ ക്യാപ്റ്റൻ വീട്ടിൽ വന്ന് കുളിച്ച് പുറത്തിറങ്ങി വരുമ്പോൾ മോള് വഴക്ക് പറയും, ഒരു ദിവസം എത്ര തവണ കുളിക്കുന്നെന്ന് ചോദിച്ചിട്ട്. മോള് കഴിക്കാനായിട്ട് ഫുഡും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഒരു പട്ടിക്കുട്ടിയെ വാങ്ങിച്ചോട്ടെ എന്ന്. എന്നാൽ ക്യാപ്റ്റൻ സമ്മതിക്കത്തില്ല. ഇവിടെ ആൾറെഡി ഒരു പട്ടി ഉണ്ടല്ലോ എന്ന് ചോദിക്കും. നമ്മുടെ ഹീറോ ഇവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവനെയാണ് പട്ടിയെന്ന് വിളിച്ചത്. കഴിച്ചു കഴിഞ്ഞ് ക്യാപ്റ്റൻ ഹീറോന്റെ അടുത്ത് ചെല്ലും. നീ എവിടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ നടക്കാൻ പോവാന്ന് പറയും. അവനോട് നീ ഇന്ന് എന്താ ജോലി ചെയ്തതെന്ന് ചോദിക്കും. ഇവന് ഒരു ജോലി പെർമനന്റ് ആയിട്ടില്ല, പലപ്പോഴും പല ജോലിയാണ്. ഒരു ദിവസം ബസ് കഴിയുന്നതാണെങ്കിൽ പിറ്റേ ദിവസം ട്രാഫിക് സെക്യൂരിറ്റി ആയിട്ട് പോയി നിൽക്കണം. അങ്ങനെ ഓരോ ജോലിയാണ് ഓരോ ദിവസം പോലീസുകാർ കൊടുക്കുന്നത്. നീ ഇത് രാജിവെക്ക്, ഞാൻ നിനക്ക് എന്റെ കൂട്ടുകാരന്റെ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിച്ചു തരാന്ന് പറയും. അതായത് സെക്യൂരിറ്റി കമ്പനിയിൽ. അങ്ങനെ ജോലി ചെയ്യുവാണെങ്കിൽ, അതായത് സെക്യൂരിറ്റി കമ്പനിയിൽ ജോലിയാണെങ്കിൽ അത്യാവശ്യം നല്ല സാലറിയും കിട്ടും. അവന്റെ ആന്റിന്റെ ഹോസ്പിറ്റൽ ചെലവ് നോക്കാനും പറ്റും. ഇത് കേൾക്കുമ്പോൾ അവൻ നന്ദിയോടെ ക്യാപ്റ്റനെ നോക്കും. ക്യാപ്റ്റൻ എന്താ ഇങ്ങനെ നോക്കുന്നത്, ഇങ്ങനെ നോക്കാൻ പാടില്ല, നിന്നെ ഞാൻ സഹായിച്ചെന്നും അല്ല എന്ന് മാറ്റി പറയാൻ നോക്കും. എന്നാൽ ഹീറോയ്ക്ക് കാര്യം മനസ്സിലാവും. ഇപ്പൊ നമ്മളൊരു ഫ്ലാഷ് ബാക്കിലോട്ട് കൊണ്ടുപോവാണ്. അതായത് ഹീറോന്റെ എന്തോ ഒരു സാധനം കുറച്ച് കുട്ടികൾ അടിച്ചു മാറ്റിയായിരുന്നു ഇവ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. എന്തോ ഒരു മരുന്നാണ്. അതെടുത്തതോടെ അവന്റെ രൂപഭാവമൊക്കെ മാറുകയാണ്. ബാക്കിയുള്ള എല്ലാത്തിനെയും ഇടിച്ചു വെച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അവൻ തിരിച്ച് നടന്നു പോകുമ്പോൾ അവനെ പിറകിൽ നിന്ന് ആരോ വിളിക്കും. പെട്ടെന്ന് തന്നെ അവന്മാരാരം കണ്ടാന്ന് വിചാരിച്ചിട്ട് വെച്ചിടിച്ചു കൊടുക്കും. എന്നാൽ അത് വേറെ ആരുമല്ല, ക്യാപ്റ്റനാണ്. അത് കഴിഞ്ഞ് ഇവരെല്ലാരെയും അടിയുണ്ടാക്കിയ എല്ലാരെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തും. എന്നാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് മാതാപിതാക്കളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് ആരും വന്നിട്ടില്ല. ഹീറോ ആ മരുന്നും കൈ പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. ക്യാപ്റ്റൻ ചോദിക്കും അവൻ എന്താ പറ്റിയ, അവന് പേരൻസ് ആരും ഇല്ലേന്ന്. അതുപോലെ തന്നെ ക്യാപ്റ്റന്റെ കൂടെയുള്ള പോലീസുകാരൻ പറയും ഇവനൊരു പാവം പയ്യനാണ്, ഇവൻ നല്ലൊരു ബോക്സർ ആയതുകൊണ്ട് തന്നെ, നമ്മുടെ രാജ്യം അറിയാവുന്ന ബോക്സർ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പിള്ളേരൊക്കെ ഇവനുമായിട്ട് അടി ഉണ്ടാക്കാൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്ന്. അതായത് ബാക്കിയുള്ള കുട്ടികൾക്ക് വെറുതെ കുശുമ്പാണ്, അതുകൊണ്ട് തന്നെ ഇവനുമായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കും. ഇവനൊരു പാവമായതുകൊണ്ട്. സാധാരണ ഇവൻ പ്രതികരിക്കാറില്ല. ഇന്ന് അവന്റെ മരുന്നിൽ തൊട്ട് കളിച്ചുകൊണ്ട് അവൻ പ്രതികരിച്ചു. പിന്നീട് ഹീറോ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവന്റെ അമ്മ മരിച്ചുപോയി. അത് കഴിഞ്ഞ് ഫ്യൂണറലിൽ ഇരിക്കുമ്പോഴായിരിക്കും ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നത്. ക്യാപ്റ്റൻ ഇത് കണ്ട് ആകെ വിഷമിച്ച് നിൽക്കും. അമ്മയുടെ മരുന്നിന് വേണ്ടിയാണ് മറ്റവന്മാരുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയത്. പിന്നത്തെ ദിവസം അമ്മ മരിച്ചതുകൊണ്ട് തന്നെ ആ വിഷമത്തിൽ അമ്മ ഇന്ന് പൊതിരെ തല്ല് വാങ്ങും. അവൻ തിരിച്ചൊന്നും പ്രതികരിക്കത്തില്ല. അത് കഴിഞ്ഞ് വന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കും. ക്യാപ്റ്റനോടാണ് കൊടുക്കുന്നത്. എന്നാൽ ക്യാപ്റ്റൻ നീ തിരിച്ച് പ്രതികരിക്കണമെന്ന് പറഞ്ഞിട്ട് അവനൊരു ഗ്ലൗസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഈ ഗ്ലൗസ് ഇട്ടിടിച്ചാൽ നിന്റെ കൈ വേദനിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അവനൊരു സ്ഥലത്തിരിക്കുകയാണ്. അത് കുറച്ച് നാൾക്ക് ശേഷമുള്ള കാര്യമാണ്. ക്യാപ്റ്റൻ ആണെങ്കിൽ അവനൊരു ഫയൽ കൊണ്ടു കൊടുക്കും. അതായത് അടുത്ത കോമ്പറ്റീഷന് മത്സരിക്കാനുള്ള ഫയൽ. ഇവനാണെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട്, പെയിൻ കില്ലർ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവനെ ഗെയിം പ്ലേന്ന് ബാൻ ആക്കിയതായിരുന്നു. എന്നാൽ 2 വർഷത്തിന് ശേഷം അത് തെളിയിച്ചു കോടതിയിൽ. അത് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട്, ഹീറോ ഇല്ലീഗലായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഇനി അവന് മത്സരിക്കാൻ പറ്റും. അത് അവിടുത്തെ ന്യൂസിലൊക്കെ പറയുന്നുണ്ട്. ഈ
കാര്യം എല്ലാം ഓർത്ത് ഹീറോ ക്യാപ്റ്റനോട് നന്ദി പറയും. ക്യാപ്റ്റൻ ഹീറോനോട് സ്നേഹമില്ലാത്ത കണക്ക് കാണിച്ചാലും ക്യാപ്റ്റന് നല്ല സ്നേഹം ഹീറോന്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ഹീറോയ്ക്കും ക്യാപ്റ്റനെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നീട് എക്സിനെയും ഹീറോയിനെയും കാണിക്കുകയാണ്. എക്സിന്റെ ആംഗിൾ ഒരുപാട് നശിച്ചുപോയി അന്നത്തെ ഫൈറ്റിന് ശേഷം. അതുകൊണ്ട് തന്നെ അവന് നടക്കാനൊന്നും പറ്റുന്നില്ല. അവൻ പതിയെ വീണ്ടും നടക്കാൻ പഠിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ അവിടെ വന്നിരിക്കും. ഹീറോയിൻ അവനോട് ഒരു കാര്യം ചോദിക്കും, അന്നത്തെ രാത്രിനെ പറ്റി. ആ രാത്രിയിൽ നമ്മളെ കൊണ്ടുപോവാണ്. അതായത് ഹീറോയിൻ എക്സുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തിട്ട് ഒരു ഹോട്ടലിൽ വന്നിരിക്കും. അങ്ങോട്ട് ഹീറോയിന്റെ അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അമ്മ ഒരു പുരുഷനുമായിട്ടാണ് അങ്ങോട്ട് വന്നത്. അവർ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്. ഇത് ആരാന്ന് ചോദിച്ചിട്ട് അമ്മ ഇത് ആരാന്ന് പറയുന്നില്ല. അയാളുടെ ടൈലാണെങ്കിൽ ഒരു തോക്കിന്റെ ക്ലിപ്പ് ഇരിപ്പുണ്ട്. അത് ഹീറോയിന്റെ അച്ഛന് കൊടുത്ത ക്ലിപ്പാണ്. ആ കൊടുത്ത സാധനമാണ് വേറെ ഏതോ ഒരു പുരുഷന് ഈ അമ്മ കൊടുത്തേക്കുന്നത്. അതായത് അമ്മ വീണ്ടും കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് തോന്നുന്നു. എന്നാലും മോള് കൊടുത്തത്, അച്ഛന് കൊടുത്ത ആ ക്ലിപ്പ് എടുത്ത് എന്തിനാണ് ഇങ്ങേർക്ക് കൊടുത്തത്? ഹീറോയിന് ഇത് ഇഷ്ടപ്പെടത്തില്ല. ആ ടൈലിരിക്കുന്ന ക്ലിപ്പും വലിച്ചിളക്കി അവിടുന്ന് പുറത്തോട്ടിറങ്ങി നടന്നു പോകുന്ന സമയത്തെല്ലാം അവൾക്ക് നല്ല തലകറക്കം അനുഭവപ്പെടുന്നുണ്ട്. ഈ തലകറക്കം അനുഭവപ്പെട്ടിട്ട് അവിടെ നിന്നൊരു വെയിറ്ററിന്റെ ദേഹത്ത് തട്ടി അവരുടെ സാധനമൊക്കെ തള്ളിയിടും. എന്നാൽ സോറിയും പറഞ്ഞിട്ട് വീണ്ടും നടന്നു പോകുമ്പോൾ എക്സിനെ കാണുന്നുണ്ട്. എക്സുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തെയാണ്. എന്നാൽ എക്സിനെ അമ്മ ഈ ബ്രേക്കപ്പ് മാറ്റാനായിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഇവര് തമ്മിൽ ബ്രേക്കപ്പ് ചെയ്യുന്നത് ഇഷ്ടമായിട്ടില്ല. അവരവരുടെ പേഴ്സണൽ കാര്യത്തിൽ കയറി എന്തിനാ ഇടപെടുന്നത്? ഈ അമ്മ അത് ചെയ്തത് മോശപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ആ ക്ലിപ്പ് എടുത്ത് മറ്റേ ആൾക്ക് കൊടുത്തതും അതും വളരെയധികം മോശമായി പോയി. ഈ വഴക്കെല്ലാം കഴിഞ്ഞ് ഹീറോയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ അവൾക്ക് തലകറക്കം അനുഭവപ്പെടുകയാണ്. ആ റോഡിൽ അങ്ങനെ നിന്ന് പോവുകയാണ്. അപ്പോഴായിരിക്കും ദൂരം നിന്ന് ഒരു കാറ് സ്പീഡിൽ വരുന്നത്. ഇത് എക്സ് കാണുന്നുണ്ട്. എക്സ് വന്ന് ഹീറോയിനെ ആ റോഡിൽ നിന്ന് രക്ഷിച്ച് അപ്പുറത്തോട്ട് ഇടും. ആ സമയത്താണ് അവന്റെ ആംഗിളിന് ഡാമേജ് പറ്റിയത്. ഹീറോയിനെ രക്ഷിക്കാൻ നേരത്താണ് എക്സിന്റെ കാലിൽ ഡാമേജ് പറ്റിയത്. അത് കഴിഞ്ഞിട്ടാണ് അവന്റെ മത്സരം. അന്ന് രാത്രി തന്നെ അവൻ ഈ ഡാമേജ് ആരെയും കാണിക്കാതെ കാലിൽ ഒതുക്കി വെച്ചിട്ട് മത്സരിക്കും. ഈ ആംഗിൾ കാരണം അവന് നേരെ ചൊവ്വേ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഇത് നല്ല വേദനയുണ്ട്. ആംഗിൾ തെന്നിയും പോകുന്നുണ്ട്. അങ്ങനെയാണ് അവന്റെ കണ്ണിൽ കുത്തേറ്റ് വീണ് തോറ്റുപോയത്. ഇതെല്ലാം ഹീറോയിന് മനസ്സിലായി കേട്ടോ. ഇത് കാരണമാണോ നീ എന്ന് തോറ്റേന്ന് ചോദിക്കുമ്പോൾ അവൻ ഇതൊന്നും നീ കാരണമല്ല എന്ന് പറയും. അതുപോലെ അവളോട് എനിക്ക് ഞാനെന്ത് ചെയ്യും ഒന്നും ചേർന്നാൽ കൊള്ളാന്നുണ്ട്, നിന്നെ ഞാൻ രക്ഷിച്ചത് കൊണ്ടൊന്നുമല്ല, അല്ലാതെ തന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. അതായത് പഴയതുപോലെ കപ്പിൾസ് ആയിട്ടിരിക്കാൻ അവൻ ഇഷ്ടമാണെന്ന് പറയും. ഈ നേരമല്ല ഹീറോയിനെ കാത്ത് ആ പട്ടിക്കുട്ടിയുടെ അവിടെ ഉണ്ട് കേട്ടോ. കുറെ നേരമായിട്ടും അവള് വന്നിട്ടില്ല. പിന്നീട് അവള് വീട്ടിൽ വരുമ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹീറോയെ ഇഷ്ടമാണ്. ഹീറോയിന് വേണ്ടിയാണ് എക്സ് ആംഗിൾ നശിപ്പിച്ചത്. എന്ത് ചെയ്യാനാണ്? അവൾ ഒന്നും തിരിയാതെ ഹീറോന്റെ ഷൂ നോക്കി അവിടെ വന്നിരുന്ന് ഹീറോയിന് മെസ്സേജ് അയക്കും, നീ എവിടാ, സുഖമാണോ എന്ന് ചോദിച്ചിട്ട്. ഹീറോ ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരിക്കുമെന്ന് ഹീറോയിന് അറിയായിരുന്നു. എന്നാൽ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും അവൾ വരാത്തോണ്ട് അവൻ ജിമ്മിൽ പോയി പ്രാക്ടീസ് ചെയ്യാണ് ബോക്സിങ്. ഹീറോയി മെസ്സേജ് കാണുന്നുണ്ട്, നീ എന്നെ ഒരുപാട് നേരം കാത്തു നിന്നോ എന്ന് ചോദിച്ചിട്ട്. അത് കഴിഞ്ഞ് ഹീറോയിൻ അവളുടെ താഴെ ഇരുന്ന ഹീറോന്റെ ഷൂ നോക്കും. അന്ന് കൊടുത്തില്ലേ, അത് നോക്കി ചെറു പുഞ്ചിരിയോടെ ഇവിടെ ഇരിക്കും. അടുത്ത സീനിൽ വില്ലനെ കാണിക്കുകയാണ്. വില്ലൻ ഇന്ന് റിസൈൻ ചെയ്ത് പോവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബോസ് ചെറിയൊരു പ്രസംഗം കൊടുക്കുന്നുണ്ട്, വില്ലൻ നല്ലൊരു പയ്യനാന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇതൊക്കെ കേട്ട് വില്ലൻ, ഞാൻ നിങ്ങളെ ഇനിയും വിളിക്കും, നിങ്ങളെ ഞാൻ ഇനിയും കോണ്ടാക്ട് ചെയ്യുമെന്ന് പറയും. അപ്പൊ ഇത് കേട്ട ബോസ് ജസ്റ്റ് പേടിക്കുന്നുണ്ട് കേട്ടോ, ഈ നാറി ഇനിയും ഒഴിഞ്ഞു പോകുന്നില്ലേ എന്ന്. അതുപോലെ തന്നെ അവിടെ ഒരു പെണ്ണിരിപ്പുണ്ട്. ഈ പെണ്ണിന് വില്ലനോട് ചെറിയൊരു ക്രഷ് ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. ഈ വില്ലനും പെണ്ണും കൂടെ ഒരു ഫ്ലവർ ഷോപ്പിൽ വരും. ഈ പെണ്ണ് എന്ത് വേണമെങ്കിലും എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അവിടെ ഓരോ കാര്യങ്ങളും നോക്കുകയാണ്. വില്ലനാണെങ്കിലും മാറി നിൽക്കും. അങ്ങോട്ട് തന്നെ നമ്മുടെ ഡ്രഗ് ഡെമൺ വരും. ഡ്രഗ് ഡെമൺ വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. എന്നാൽ വില്ലൻ ആ പെൺകുട്ടിയുടെ കാര്യം പറയുന്നില്ല. അവസാനത്തെ ക്യാൻഡി ലോഡൂടെ നീ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് നോക്കാന്ന് പറയും വില്ലൻ. അതായത് വില്ലൻ എവിടെ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എവിടെ വെച്ച് മനഃപൂർവ്വം ഡ്രഗ് ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. അത് മാത്രമല്ല ഒരു ക്ലിപ്പ് എടുത്ത് കൊടുക്കുന്നുണ്ട്, കയ്യിലെ ഒരു ചുമന്ന ക്ലിപ്പ്. ആ ഫ്ലാഷ് ബാക്കിലോട്ട് ഡെമൺ പോവുകയാണ്. അതായത് ഡെമന്റെ സിസ്റ്ററിന്റെ ക്ലിപ്പാണത്. സിസ്റ്ററിനെയാണ് ഈ വില്ലനോട് ചോദിക്കുന്നത് അവൾ എവിടാണെന്ന്. എന്നാൽ വില്ലൻ പറഞ്ഞു കൊടുക്കുന്നില്ല. വില്ലൻ അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ക്യാൻഡി ലോഡ് ഉണ്ടാക്കി അയച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അതായത് ആ ഡ്രഗിന്റെ ക്യാൻഡി ഇല്ലേ, അത് ഇനി ഉണ്ടാക്കി ലോഡ് കണക്കിന് അയക്കണമെന്ന്. പിറ്റേന്ന് ഹീറോയിൻ കുളിച്ചൊരുങ്ങി വൃത്തിയായിട്ട് അവളുടെ അച്ഛന്റെ കോട്ടിൽ നോക്കി നിൽക്കും. ഇന്ന് അച്ഛന്റെ എന്തോ ദിനമാണ്. താഴെ ഇറങ്ങി വരുമ്പോൾ അമ്മയുണ്ട്. അമ്മ എന്തോ ക്രീം കേക്ക് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നാൽ അച്ഛൻ ഈ ക്രീം കേക്ക് ഒന്നും ഇഷ്ടമല്ല. ക്രീം കേക്ക് തന്നെയാണോ എന്ന് അറിയത്തില്ല, എന്തോ ഒരു കേക്കോ എന്തോ ആണ്. അതുകൊണ്ട് തന്നെ അമ്മയോട് ചൂടാവും, അച്ഛന് ഇഷ്ടമല്ലാത്ത സാധനമൊക്കെ ഇന്ന് എന്തിനാ വാങ്ങിച്ചുകൊണ്ട് വന്നേന്ന്. അമ്മയ്ക്ക് ഇന്നത്തെ ദിവസം എന്താന്ന് പോലും ഓർമ്മയില്ല. ഇത് മനസ്സിലാക്കി ഹീറോയിൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് നേരെ ഈ മൃതദേഹമൊക്കെ അടക്കുന്ന സ്ഥലമില്ലേ അവിടെ വരും. അവിടെ വന്ന് നോക്കുമ്പോൾ അച്ഛന്റെ മൃതദേഹത്തിന്റെ ആ കല്ലിന്റെ മണ്ടയിൽ എന്തോ ഒരു മദ്യം ഇരിപ്പുണ്ട്. ആ മദ്യം നോക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അന്ന് അവൾ കണ്ട സെയിം മദ്യം ആ റഷ്യക്കാരൻ ആർക്കോ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നെന്ന് പറഞ്ഞില്ലേ, ആ സെയിം മദ്യം. ഇത് ഹീറോയിനും മനസ്സിലാവുന്നുണ്ട്. അടുത്തതായി നമ്മുടെ എക്സിനെ കാണിക്കുകയാണ്. എക്സിന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാറായിട്ടുണ്ട്. അവനെ ഇറക്കാനായിട്ട് അവന്റെ ചേട്ടനാണ് വരുന്നത്. ചേട്ടൻ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചേട്ടൻ ഒരു പേപ്പർ എടുത്ത് കൊടുക്കും, ഒരു എഗ്രിമെന്റ്. അതായത് ഇനി എക്സ് പോലീസായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവന്റെ ഷെയർ, കമ്പനി ഷെയർ എല്ലാം ചേട്ടന് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട്, എന്നിട്ടൊരു പേനയും കൊടുക്കും ഒപ്പിട്ട് വയ്ക്കാനായിട്ട്. ആ ഒപ്പിലൂടെ അവന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതായത് അവന്റെ ഷെയർ എല്ലാം
നഷ്ടപ്പെട്ടു പോകും. അച്ഛനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതായത് എക്സ് പോലീസായിട്ട് ഇരിക്കുന്നത് അവന്റെ അച്ഛന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ചേട്ടന് കമ്പനി ഷെയർ കൊടുക്കാനാണ് പറയുന്നത്. ചേട്ടൻ ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നീട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ബാങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ബാങ്കിലെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ അവന് പൈസയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതാണ് ഈ ജോലിയാണ് ക്യാപ്റ്റൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നിൽക്കുമ്പം ആ ബാങ്കിലോട്ട് വില്ലൻ വരും. വില്ലനെ കണ്ട ഉടനെ ഹീറോന് ദേഷ്യം വരും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ നിൽക്കുമ്പോൾ വില്ലൻ പോയി അവന്റെ ബാങ്കിന്റെ എന്തൊക്കെയോ ശരിയാക്കും. അത് കഴിഞ്ഞ് വില്ലൻ വന്ന് സുഖാണോ എന്ന് ചോദിക്കും. ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്തെന്നും പറയും. എന്നാൽ പിന്നെ അതിന് ചിലവായിട്ട് ഫുഡ് വാങ്ങിച്ചു തരാൻ ഹീറോ പറയും. രണ്ടുപേരും കൂടെ പോയിരുന്ന് ഫുഡ് കഴിക്കും. ഹീറോ കഴിക്കൂല കേട്ടോ. പിന്നെ ഈ നാറി വാങ്ങിച്ചു കൊടുത്തിട്ടാണല്ലോ ഫുഡ് കഴിക്കാൻ. വില്ലന്റെ ജോലി പോയോണ്ട് തന്നെ വില്ലൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്നുമല്ല, അവന്റെ കയ്യിൽ നല്ല രീതിയിൽ പണമുണ്ട്, അതറിയാലോ. എന്നാൽ ഹീറോനെ ഒന്ന് ആക്കാനായിട്ട് ഇങ്ങനെ പറയുന്നതാണ്. ഈ നേരം ഹീറോയിൻ തന്റെ ഓഫീസിൽ ഇരുന്നിട്ട് ആ കേസിനെ പറ്റി അന്വേഷിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. എന്തൊക്കെയാ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല അവൾക്ക്. ഹീറോ വില്ലനുമായിട്ട് കൂട്ടിക്കണ്ട് ഭക്ഷണം കഴിക്കാതെ പുറത്തിറങ്ങി വരും. പുറത്തിറങ്ങി വരുമ്പോൾ അന്ന് ആ കസ്റ്റംസ് ഓഫീസിൽ നിന്ന് കാറിടിച്ച് മരിച്ചുപോയ ഒരാളില്ലേ, പുള്ളിക്കാരന്റെ മോനെ അവിടെ നിൽപ്പുണ്ട്. ആ മോനെയാണെങ്കിൽ അവന്റെ കൂട്ടുകാരൊന്നും കൂട്ടുന്നില്ല. ഒരു സൈക്കിളിനെ ചൊല്ലിയിട്ടാണ്. ആ സൈക്കിളിൽ സപ്പോർട്ട് വീലുണ്ട്. ഈ സപ്പോർട്ട് വീൽ ഉള്ളതുകൊണ്ട് ഇതെല്ലാം കുട്ടികളാണ് ചവിട്ടുന്നതെന്നും പറഞ്ഞിട്ട് ബാക്കി രണ്ട് മൊണ്ണയായിട്ടുള്ള കുട്ടികൾ അവിടെ നിന്ന് സൈക്കിൾ ഓട്ടിപ്പോവും. ഈ കുട്ടീനെ ചേർക്കാതെ ഹീറോ ആണെങ്കിൽ കൈയെടുത്ത് കാണിക്കുന്നുണ്ട്. മറ്റേ പയ്യനൊന്ന് കുമ്പിട്ടിട്ട് അവിടെ നിന്ന് പോകും. ഹീറോ ഇതെല്ലാം കാണുന്നുണ്ട്, ആ പയ്യൻ ഈ അനുഭവിക്കുന്നത്. വീണ്ടും നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണെങ്കിൽ ഹീറോയിൻ ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്ന് ഒരു ഡയറിയിൽ എഴുതുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് ബോസ് കയറി വരുന്നത്. ബോസ് വന്നിട്ട് ചീത്ത പറയും. നീ വലിയ ഡിറ്റക്റ്റീവ് ആണെന്നാണോ വിചാരം? ഇതൊക്കെ നോക്കാതെ പോയി ഫയലൊക്കെ അടിക്കുകയെന്നും പറഞ്ഞ് അവൾ അകത്തോട്ട് കയറ്റി വിടും. എന്നിട്ട് ഈ ലേഡി ആണെങ്കിൽ അവിടെ എന്തോ ഓൺലൈൻ മീറ്റിംഗിൽ കയറുകയാണ്. ഇത് മനസ്സിലാക്കിയ ഹീറോയിൻ അകത്ത് ചെല്ലുമ്പോൾ ഒരു പെട്ടി കാണുന്നുണ്ട്. അതായത് അച്ഛൻ മരിച്ച ആ വർഷത്തുള്ള കുറെ കേസുകളാണ്. അതിനകത്ത് തന്നെ വേറെ കുറെ കേസുണ്ട്. അതൊക്കെ എടുത്തു വെച്ച് പരിശോധിക്കുന്നുണ്ട്. അതായത് മറ്റേ ലേഡി ഓൺലൈൻ മീറ്റിംഗിലാണല്ലോ, അതുകൊണ്ട് തന്നെ ഹീറോയിന് കുറച്ച് സമയം കിട്ടുന്നുണ്ട് അതൊക്കെ നോക്കാനായിട്ട്. വീണ്ടും ഹീറോനെ കാണുകയാണെങ്കിൽ ഹീറോ ബാങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പൊ അവൻ മൈൻഡിലോട്ട് ചിന്തിക്കുന്നത് വില്ലൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. വില്ലൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മനുഷ്യനെ മുൻപോട്ട് നയിക്കുന്ന ഒരു സാധനം, അത് വേറൊന്നുമല്ല, അത് പണമാണ്. അവിടെ വെച്ചാണ് ഹീറോയ്ക്ക് സംഭവം കത്തുന്നത്. അതായത് വില്ലൻ പണം വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പണം വെച്ചിട്ടാണ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പണം വെച്ചിട്ടാണ് എല്ലാരെയും കൺട്രോൾ ചെയ്യുന്നത്. വളരെയധികം പവർഫുൾ ആയിട്ടിരിക്കുന്നത്. ഇത് ഹീറോയ്ക്ക് അവിടെ വെച്ചിട്ടാണ് മനസ്സിലാവുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി വീട്ടിലല്ല ജിമ്മിൽ വന്ന് പിന്നെ പൊരിഞ്ഞ പ്രാക്ടീസാണ്. ബോക്സിങ്ങും സ്കിപ്പിങ്ങും അവന്റെ മൂവ്മെന്റ് സ്പീഡ് എല്ലാം കൂട്ടാണ്. പിറ്റേന്ന് അവൻ ബാങ്കിലോട്ട് ജോലിക്ക് പോകുമ്പോൾ ആ പയ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. അതായത് കസ്റ്റംസുകാരന്റെ മോൻ. അവനാണെങ്കിൽ അവിടെ മാറിയിരിക്കുകയാണ് സൈക്കിൾ ഔട്ടാതെ. മറ്റേ കുട്ടികളൊന്നും കൂട്ടുന്നില്ല സപ്പോർട്ട് വീലുള്ളതുകൊണ്ട്. ഇത് മനസ്സിലാക്കിയ ഹീറോ ഒരു ഐസ്ക്രീമും വാങ്ങിച്ച് 2 വാങ്ങുന്നുണ്ട്. അത് വാങ്ങിച്ച് ആ കുട്ടിയുടെ അടുത്ത് പോയിരുന്ന് കഴിക്കുകയാണ്. ഒരെണ്ണം ആ കുട്ടിക്കും കൊടുക്കുന്നുണ്ട്. എന്താ മോനെ സൈക്കിൾ ഔട്ടാതെ? സൈക്കിൾ കേടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, സപ്പോർട്ട് വീലുള്ളതുകൊണ്ട് എല്ലാവരും കളിയാക്കുമെന്ന് പറയും. എന്റെ അച്ഛൻ എനിക്ക് സപ്പോർട്ട് വീൽ ഇളക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു, പിന്നെ ഇളക്കി തന്നില്ല, അച്ഛൻ പെട്ടെന്ന് തന്നെ പോയെന്ന് പറയും. ഇത് കേട്ട് സങ്കടമായ ഹീറോ ഞാൻ ഇളക്കി തരാമെന്ന് പറഞ്ഞ് ആ സപ്പോർട്ട് വീലെല്ലാം ഇളക്കി കൊടുക്കും. അപ്പോൾ ആ പയ്യൻ ഒരു കാര്യം പറയും. എന്റെ മുത്തശ്ശി പറഞ്ഞതാണ്, അതായത് എന്റെ അച്ഛനെ കൊന്ന കുറെ ആൾക്കാർ പുറത്ത് കറങ്ങി നടപ്പുണ്ട്, ശിക്ഷിക്കപ്പെട്ട ആള് ഒരിക്കലും അച്ഛനെ കൊന്ന ആളല്ലാന്ന്. അതായത് ആ കുട്ടിക്ക് വരെ സത്യം അറിയാം. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട് കേട്ടോ. അവിടെ വെച്ച് തന്നെ ഹീറോ തീരുമാനിക്കുകയാണ് ഈ കുട്ടിയുടെ അച്ഛനെ കൊന്നവന്മാരെയും എന്റെ ബഡ്ഡീനെ ചതിച്ചവന്മാരെയും നല്ല പണിയിട്ട് കൊടുക്കുമെന്ന്. ആ കുട്ടി ഹീറോനോട് ചോദിക്കും, നിങ്ങൾ കള്ളന്മാരെ പിടിക്കൂലേന്ന്, അച്ഛനെ കൊന്ന ആൾക്കാരെ പിടിക്കൂലേന്ന്. ഹീറോ പിടിക്കാന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ സൈക്കിൾ ഓട്ടാൻ പഠിപ്പിക്കുകയാണ്. ഹീറോ ജസ്റ്റ് ഹാങ് ചെയ്ത് കൊടുക്കും. അതായത് എന്താ ഒന്ന് പിടിച്ചു കൊടുക്കും. അപ്പൊ ആ പയ്യൻ പതിയെ ചവിട്ടി സൈക്കിള് ചവിട്ടാൻ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറോ സൈക്കിൾ ഒറ്റയ്ക്കാണ് കേട്ടോ പഠിച്ചത്. ഒരു കാര്യം നമ്മൾ വേണമെന്ന് വെച്ചാൽ പതിയെ പഠിക്കാൻ പറ്റും, ആരുടെയും സഹായം ഇല്ലാതെ. ഹീറോന്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായതുകൊണ്ട് തന്നെ, അതായത് അച്ഛൻ വളരെയധികം മോശമായിട്ടല്ലേ പെരുമാറിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് തന്നെ ഹീറോ ഒറ്റയ്ക്കാണ് സൈക്കിൾ ഓട്ടാൻ പഠിച്ചത്. പലതവണ അവൻ വീണിട്ടുണ്ട്, എന്നാലും അവൻ വീണ്ടും എണീക്കും. അതായത് നമ്മൾ ഓരോ തവണ തോക്കുമ്പോഴും വീണ്ടും എണീക്കണം, എന്നാലേ വിജയം നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തുള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കുറെ അധികം പണം ഒറ്റയടിക്ക് വന്ന് ചേരുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വണ്ടടിച്ച് നിന്ന് പോകും, കയ്യിലുള്ള പൈസ എല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാലും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് ബിൽഡ് ചെയ്ത് വരുവാണെങ്കിൽ അതൊരിക്കലും സംഭവിക്കത്തില്ല. എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് നിങ്ങൾ പഠിക്കും. എല്ലാം പതിയെ നടക്കത്തുള്ളൂ. ഒരു ദിവസം വരും. അങ്ങനെ ഹീറോ ആ പയ്യൻ ഓരോ മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ട് സൈക്കിൾ ഓട്ടാൻ പഠിപ്പിക്കുകയാണ്. പിന്നെ ഈ തന്ന മോട്ടിവേഷൻ ഞാൻ തന്നതാണ് കേട്ടോ, അത് അവന്റെ മോട്ടിവേഷൻ അല്ല. അവൻ തന്ന മോട്ടിവേഷനെ ഞാൻ വേറൊരു രീതിയിലാക്കിയതാണ്. ഓക്കെ. പിന്നീട് ഹീറോ ഓരോ പന്ന ആൾക്കാരെയും അവരുടെ താവളത്തിൽ ചെന്ന് ഇടിച്ചിടും. ഈ ഇടിക്കുന്നവന്മാരുടെ കയ്യിലെല്ലാം ഈ വില്ലൻ കൊടുത്ത വാച്ചുണ്ട്. ഈ വാച്ചുള്ളവന്മാരെയാണ് ഹീറോ ചെന്ന് പൂട്ടുന്നത്. ഹീറോന്റെ മുമ്പിൽ ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, കാരണം അവൻ ഒരു പ്രൊഫഷണൽ ബോക്സറാണ്. കുറ്റവാളികളെല്ലാവരും തൂത്ത് പറക്കിയിട്ട് ഇടിക്കുകയാണ്. നിയമം വെച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറങ്ങി തന്നെ കളിക്കാമെന്ന് ഹീറോ തീരുമാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ പോയി ഫൈറ്റ് ചെയ്യും. അവിടെ തന്നെ കുറേമാരെ അടിച്ച് നശിപ്പിച്ച് അവിടെ തള്ളിയിടും. അത് കഴിഞ്ഞ് വേറെ തന്നെ ഒരു കാട്ടിനകത്ത് തൂക്കിയിടുന്നതല്ല, തൂക്കിയിടുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആ കാട്ടിൽ കൊണ്ടിട്ടിട്ട് അവിടെ കൊണ്ടുപോയി ലോക്ക് ചെയ്ത്
വെക്കും. അവൻ അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നീട് പോലീസ് വന്ന് അവനെ അറസ്റ്റ് ചെയ്യും. ഇതെല്ലാം കുറ്റവാളികളാണ്. ഈ കാര്യം ന്യൂസിലെല്ലാം വരുന്നുണ്ട്. അതായത് ഹുഡിമാൻ എന്ന് പറയുന്ന കറുത്ത ഡ്രസ്സ് ധരിച്ച ഒരാള് വില്ലന്മാരെ എല്ലാവരെയും അടിച്ച് ഊപ്പാടളക്കുന്നെന്ന് പറഞ്ഞിട്ട് ആരാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ന്യൂസിൽ വരുന്നുണ്ട്. ഈ ന്യൂസ് എല്ലാം നമ്മുടെ ടീംസ് കാണുന്നുണ്ട്. അതായത് ക്യാപ്റ്റൻ കാണുന്നുണ്ട്, ഹീറോയും കാണുന്നുണ്ട്, കൂട്ടുകാരൻ പോലീസ് ഓഫീസർ കാണുന്നുണ്ട്, എക്സും കാണുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവുകയാണ്. എക്സ് തീരുമാനിക്കുകയാണ് എന്റെ ഷെയർ ഒന്നും കൊടുക്കണ്ടെന്ന്. അതും തീരുമാനിച്ചിട്ട് അവന്റെ പേന കുത്തി ഒടിക്കും അലമാരയിലിരിക്കുന്നത്. നമ്മുടെ ഹീറോ അവന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ജിമ്മിൽ തിരിച്ചു വന്ന് അടിച്ചു മാറ്റിയ വാച്ചെല്ലാം ഒരു ബാഗിൽ കൊണ്ടിടും. ആ ബാഗിനകത്ത് നോക്കുമ്പോൾ കുറെ അധികം അത് കണക്കത്തെ വാച്ചുണ്ട്. വർഷത്തിൽ 12 എണ്ണം മാത്രമേ നിർമ്മിക്കത്തുള്ളൂ. പിന്നീട് ഹീറോ വീണ്ടും വില്ലന്മാരെ പിടിക്കാനായിട്ട് ചെല്ലുകയാണ്. കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ ചെല്ലുമ്പോൾ കുറെ ആൾക്കാരുണ്ട്. അതിന്റെ നടുക്കിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരുത്തനുണ്ട്. യവന്മാരെ ഒന്നും വകവെക്കാതെ നടുക്ക് നിൽക്കുന്നവനെ പോയി ഒറ്റ ചവിട്ടാണ്. അത് കഴിഞ്ഞ് ഫൈറ്റാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് 10ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്തോളൂ. ഓക്കെ, ബൈ.